അന്ത്യത്തോളം വഴി നടത്താമെന്ന് വാക്ക് പറഞ്ഞ ഒരുവൻ നിങ്ങളോട് കൂടെയുള്ളപ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾ യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ ചില മനുഷ്യരെ നോക്കിയിട്ടാണോ ഇന്നും ചില മുൻപോട്ട് യാത്രകൾ കാൽച്ചുവടുകൾ എടുത്തു വെക്കുവാൻ തയ്യാറാകാതെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരത്തില്ല. ഹല്ലേലൂയ. മനുഷ്യർ നിങ്ങളെ മാറ്റി നിർത്തുവാൻ ഇടയായി തീരും. നമുക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് അല്പ സമ്പത്തുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് സൗന്ദര്യമോ നമുക്ക് മറ്റെന്തെങ്കിലും ജീവിത മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ല നമ്മോട് കൂടെ പലരും വന്ന് ചേരുവാൻ ഇടയായി തീരും. എന്നാൽ ഒരു നിന്ന നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിന്റെ സമ്പത്തൊക്കെയും നഷ്ടപ്പെട്ടു പോകട്ടെ. നിന്റെ ശരീരത്തിൽ ചില വ്രണങ്ങളോ ശരീരത്തിൽ ചില മുറിവുകളോ ഏൽക്കട്ടെ. അല്ല, നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ നീ അപ്പോൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ നിന്റെ ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ നിന്റെ കൂടെ എത്ര പേരുണ്ട് എന്ന് ഹല്ലേലൂയ നിനക്ക് നോക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം നീ ചെയ്യുവാൻ തയ്യാറായാൽ ഏത് പ്രതികൂല സാഹചര്യത്തും, ഏത് വ്രണങ്ങളുടെ അവസ്ഥയില്, ഏത് പക്ഷവാതത്തിന്റെ അവസ്ഥയില്, ഏത് കുരുടിന്റെ അവസ്ഥയില്, ഏത് മരണത്തിന്റെ അവസ്ഥയില്, ഏത് ജീവിത പ്രതികൂല സാഹചര്യത്തും ഹല്ലേലൂയ നിങ്ങളോട് കൂടെ ഒരുവൻ ഇറങ്ങി വരും. യെശയ്യാ പുസ്തകം വായിക്കുവാൻ വേണ്ടിയിട്ട് അല്ല പള്ളിയിൽ വെച്ച് യേശു കർത്താവിനോട് പറഞ്ഞു. യേശു കർത്താവ് യെശയ്യാ പുസ്തകം തുറന്ന് വായിച്ചു. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ, അവന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ ഈ തിരുവെഴുത്ത് നിവർത്തിയായി എന്ന്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറഞ്ഞ് ജനം